അമ്പരപ്പിക്കുന്ന ഓഫറുകളുമായാണ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് യാത്രക്കാരെ കയ്യിലെടുത്തത്. പൈലറ്റുമാർക്ക് 4 ഇരട്ടി കൂടുതൽ ശമ്പളം നൽകി, കൂടുതൽ റൂട്ടുകൾ കണ്ടെത്തി, കൂടുതൽ വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് പറത്തി തക്യുദ്ദീൻ ആകാശത്ത് തന്റേതായ ലോകം കെട്ടിപ്പടുത്തു. ഇന്ത്യൻ എയർലൈൻസിനേക്കാൾ 20% കുറവായിരുന്നു ഈസ്റ്റ് വെസ്റ്റിന്റെ ടിക്കറ്റ് നിരക്ക്. എന്നിട്ടും 1992 ഇന്ത്യൻ എയർലൈൻസിന്റെ നഷ്ടം 150 കോടിയിലധികമായപ്പോൾ അതേ വർഷം ഈസ്റ്റ് വെസ്റ്റ് 8 കോടി ലാഭം നേടി. രാജ്യത്തെ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ, വ്യവസായികൾ, ചലച്ചിത്ര താരങ്ങൾ തുടങ്ങി പ്രമുഖരെല്ലാം ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിനൊപ്പം യാത്ര ചെയ്തു. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ പ്രിയപ്പെട്ട യാത്രക്കാരിയായിരുന്നു മദർ തെരേസ. മദർ തെരേസയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് ഈസ്റ്റ് വെസ്റ്റിലെ എല്ലാ വിമാനങ്ങളിലും കമ്പനി അവർക്ക് സൗജന്യ ടിക്കറ്റ് നൽകുകയായിരുന്നു. മികച്ച സേവനവും കൃത്യനിഷ്ഠതയും പാലിക്കുന്നതിൽ ഈസ്റ്റ് വെസ്റ്റ് 100% വിജയിച്ചു. 3 ബോയിങ് 737 വിമാനങ്ങളുമായി ആരംഭിച്ച കമ്പനി 6 മാസം കൊണ്ട് 12 സെക്ടറുകളിലായി സർവീസ് വ്യാപിപ്പിച്ചു. എയർ ഇന്ത്യ വരെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ മലയാളിയുടെ വിമാന കമ്പനി മാത്രം ലാഭമുണ്ടാക്കിയതെങ്ങനെ? ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ വിജയ രഹസ്യം എന്താണ്? കണ്ടറിയാം AI ദൃശ്യമികവിൽ റിപ്പോർട്ടർ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൽ.